ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ടെക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനി പി സി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ മിനി പി സി പറയുമ്പോൾ ഒരു ചെറിയൊരു പി സി, നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു പി സി ആണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പി സി കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് കാണാം, അതേപോലെ തന്നെ ഗൂഗിളിൽ വെബ് ബ്രൗസ് ചെയ്യാം, അതല്ലാണ്ട് ഗെയിംസ് വരെ കളിക്കാം. പഴയ ഗെയിംസ് മാരിയോ അതേപോലെ തന്നെ കുറേ ഗെയിംസ് കളിക്കാൻ പറ്റും ഈ പി സിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പി സി ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഓസം ആൻഡ് കൂൾ കണ്ടന്റ്സ് കാണാനായിട്ടും അതേപോലെ തന്നെ വീഡിയോന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. സോ ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ഫോം ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഒരു 6 ഫോം ഷീറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. 3 ഞാൻ കളർ അടിച്ചിട്ടുണ്ട്, റെഡ് കളറ്. അതേപോലെ തന്നെ 3 ഞാൻ ഇതുവരെ കളർ അടിച്ചില്ല, അവസാനം കളർ അടിക്കാനാണ്. പിന്നെ നമ്മൾ മെയിൻ കോമ്പോണൻറ്റ് അതായത് വെച്ചാൽ റാസ്ബെറി പൈ ആണ്. ആ റാസ്ബെറി പൈനെ ഒരു ഫോം ഷീറ്റിലോട്ട് ഞാനൊന്ന് സ്ക്രൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഈ ഫോം ഷീറ്റ് എല്ലാം കൂടിയിട്ട് ഒരു ബോക്സ് ആവാൻ, ഒരു CPU ക്യാബിനറ്റ് പോലെ ചെറിയൊരു ബോക്സായി കിട്ടും. സോ അതേ അളവിനാണ് ഞാൻ മുറിച്ചെടുത്തത്, ഒരു ചെറിയൊരു അളവിന്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെറിയ പീസിയാണ് ആക്കേണ്ടത് അത്രയും ചെറുതായി നിങ്ങൾ മുറിക്കുക. സോ അത് ഞാൻ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് മറ്റൊരു ഫോം ഷീറ്റ്, അത് വെച്ചാൽ മേൽഭാഗത്തേക്ക് വരേണ്ടതാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഹോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് കയറ്റി കൊടുക്കാനാണ്. അപ്പോൾ നോർമലി എല്ലാ പി സിയിൽ സ്വിച്ച് ഉണ്ടാവും ഓണും ഓഫ് ആക്കാൻ. സോ അതുകൊണ്ട് ഇതിലൊരു സ്വിച്ച് കൊടുക്കുന്നുണ്ട് ഓൺ ആക്കാനും അതേപോലെ തന്നെ ഓഫ് ആക്കാനും. അപ്പോൾ ഇതൊരു പുഷ് ബട്ടൺ സ്വിച്ചാണ്. സോ ഇനി ആ പുഷ് ബട്ടൺ സ്വിച്ചിൻ്റെ റിങ്ങുകളെല്ലോട്ട് നിന്നിട്ട് ടൈറ്റായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ടൈറ്റായി കഴിഞ്ഞാൽ ഇത് തീരെ ഇളക്കൊന്നും ഉണ്ടാവില്ല. സോ നല്ലൊന്ന് ടൈറ്റായി കൊടുക്കേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് ഒരു CPU ഫാൻ ഫിറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ CPU ഫാൻ ഫിറ്റാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു CPU ഫാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ CPU ഫാൻ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എടുക്കുന്നുണ്ട്. ഔട്ട്ലൈൻ എന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ 2-3 ഹോൾസ് ഇട്ട് കൊടുക്കാൻ. അതിനെ ഹോൾസ് ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് എയർ ഫ്ലോ ഉണ്ടാവാനാണ്. അപ്പോൾ റാസ്ബെറി പൈ ഇങ്ങനെ പൂട്ടി വെച്ചാൽ അത് നല്ല ഹീറ്റായി തുടങ്ങും അതിൻ്റെ പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണേ. സോ ഇനി ഞാൻ കുറച്ച് ഓട്ടം ഇടുന്നുണ്ട് അതിൽ. സോ ആ മാർക്കിങ് ഇട്ട് കൊടുത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. കുറേ ഓട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പൊങ്ങിക്കണ ഭാഗമൊക്കെ ഞാൻ മെല്ലെ മെല്ലെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യേണ്ടത് ആ CPU ഫാൻ അവിടെ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്. CPU ഫാൻ ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗൺ കൊണ്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട്. ഇനി ചെയ്യേണ്ടത് ആ റാസ്ബെറി പൈ ഒന്ന് ഊരിയെടുത്തിട്ട് നിങ്ങൾ ഫിക്സ് ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഊരിയെടുത്തതിന് ശേഷം ഒരു വയർ എടുക്കാം. അതിൽ നമ്മൾ പവർ ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലത്ത് 2 പോർട്ടുകൾ കാണാൻ പറ്റും. അവിടെ 2 വയർ സോൾഡർ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിൽ മൾട്ടിമീറ്റർ ഉണ്ട്, പോസിറ്റീവ് ചെയ്താൽ നെഗറ്റീവ് ചെയ്താൽ കറക്റ്റ് നോക്കിയെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പം ബോർഡ് പോകാനുള്ള സാധ്യതയുണ്ട്, ഷോർട്ടൊക്കെ ആയി പോകാൻ. സോ ഞാൻ ഇപ്പോൾ അതിൽ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ടത് ഒരു LM2596 DC to DC പറഞ്ഞ ഒരു മൊഡ്യൂൾ എടുക്കണം. ഈ മൊഡ്യൂളിൻ്റെ പ്രവർത്തനം എന്താ വെച്ചാൽ, ഇപ്പോൾ 12 വോൾട്ട് DC പവർ കൊടുത്താൽ അത് നമുക്ക് എത്ര വോൾട്ട് വരെ കൺവേർട്ട് ആക്കാം. എത്ര വോൾട്ട് പറഞ്ഞാൽ 12 വോൾട്ടിലോട്ട് താഴോട്ടുള്ള വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് 12 വോൾട്ടിനെ 7 വോൾട്ട് ആക്കാം, 5 വോൾട്ട് ആക്കാം. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോണത് 12 വോൾട്ടിനെ 5 വോൾട്ട് ആക്കാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ മിസ്റ്റേക്ക് വരുത്തരുത്. എന്താണെന്ന് വെച്ചാൽ ഈ റാസ്ബെറി പൈൻ്റെ പോസിറ്റീവ് തന്നെയാണ് DC to DCൻ്റെ പോസിറ്റീവിലും കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നെഗറ്റീവാണ് DC to DCൻ്റെ നെഗറ്റീവിലും കൊടുക്കേണ്ടത്. അത് നിങ്ങൾ തെറ്റിക്കാണ്ട് ചെയ്യുക. നിങ്ങളൊരു മൾട്ടിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് ചെയ്യുക. ഇനി ഞാൻ ഒരു DC അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫീമെയിൽ അഡാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ആ DC to DC മൊഡ്യൂളിൽ 2 വയറും കൂടെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഫീമെയിൽ അഡാപ്റ്ററിലോട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതിൽ കുറച്ച് സോൾഡർ അപ്ലൈ ചെയ്തിട്ട് 2 വയർ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ 3 പിന്നുണ്ട്. അതിൽ പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും.
പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവിലോട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 3 പിന്നുണ്ട്. അതിൽ ഞാൻ പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവിലോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ സർക്യൂട്ട് എന്ന് പറയാനുള്ളൂ. ഈ 3 സാധനങ്ങൾ മാത്രം, പിന്നെ സ്വിച്ചും കൂടെ വരുന്നുണ്ടെന്നുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ 12 വോൾട്ട് പവർ ഇനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവണം കാണാം റാസ്ബെറി പൈയിലും. ഒരു റെഡ് കളറും അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറും ലൈറ്റ്. സോ അപ്പോൾ അതിൻ്റെ അർത്ഥം റാസ്ബെറി പൈ വർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ DC to DC റെഡ് കളറും വരുന്നുണ്ട്. അപ്പോൾ അതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ആ ബോർഡിലോട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഫസ്റ്റ് ഞാൻ റാസ്ബെറി പൈ ആണ് സ്ക്രൂ ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്ക്രൂ ചെയ്തുകൊണ്ട് എനിക്കൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട് എവിടെ സ്ക്രൂ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഫോം ഷീറ്റിൻ്റെ 2 പീസും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അതേപോലെ തന്നെ ആ ഫാനും ഒട്ടിച്ച ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്ക് ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ഭാഗത്ത് ഞാൻ ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ റാസ്ബെറി പൈൻ്റെ USB ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൗസും കീബോർഡൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് മുറിച്ചെടുത്തത്. ചെയ്യാനുള്ളത് അതിൻ്റെ മേൽഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഈ സ്വിച്ചും കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇതൊന്നും കൂടെ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഇത് കുറേ ദിവസമായിരുന്നു എടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്നും ഇപ്പോൾ ഒരു മാസത്തായി ഉണ്ടാവും ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്സ് ഒക്കെ വരും. അതൊക്കെ ശരിയാക്കിയിട്ടാണ് ഈ ഫൈനൽ വീഡിയോ വന്നത്. അപ്പോൾ ഇത് കറക്റ്റ് വർക്കിംഗ് ആണ്. പിന്നെ ഇനി ഞാൻ ചെയ്തത് ആ സ്വിച്ചിൽ നിന്ന് ഒരു വയർ എടുത്തു കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വയർ അതിലോട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ആ ഫീമെയിൽ DC സോക്കറ്റിലോട്ട് ഈ ബ്ലാക്ക് വയറൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ സ്വിച്ചായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന മറ്റേ ഔട്ട്പുട്ട് ആ സ്വിച്ചിൽ നിന്ന് വരുന്നത് അതാണ് DC to DC മൊഡ്യൂളിൻ്റെ ഇൻപുട്ട്. അത് വെച്ചാൽ പവർ എടുക്കണ ഭാഗം ഔട്ട്പുട്ട് റാസ്ബെറി പൈയിലോട്ടാണ് കൊടുക്കുന്നത്. ഇൻപുട്ടിലോട്ട് മറ്റേ വയറൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ സോൾഡർ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യണത്, ഒന്ന് സ്ട്രിപ്പ് ചെയ്തിട്ടൊന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിനു മുന്നേ ആ സ്വിച്ചിലോട്ട് ഞാൻ വയറൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ DC to DCൻ്റെ ബ്ലാക്കിലോട്ട് അതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ ആ ഫാനിൻ്റെ കാര്യം ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പവർ അപ്പ് ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അത് വർക്കിംഗ് ആണ്. എല്ലാ കളറൊക്കെ വന്നിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കിയപ്പോഴാണ് വന്നത്. സോ സ്വിച്ച് ഓഫ് ആക്കുമ്പം അതെല്ലാം പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാം പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺ ആക്കുമ്പോൾ വരുന്നുണ്ട്. ഇനി ചെയ്യാനുള്ളത് ആ റാസ്ബെറി പൈൻ്റെ HDMI പോർട്ടിൽ ഒരു HDMI കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം ആ ടോപ്പിലുള്ള ഫോം ഷീറ്റിൻ്റെ പീസിൽ. സോ അത് ചെയ്യാനായിട്ട് ആ സ്വിച്ച് ഒന്ന് ഞാൻ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് റിമൂവ് ചെയ്തപ്പോൾ ചെറിയൊരു പണി കിട്ടിയിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്താ പറ്റിയെന്ന്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ഊരിയപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തെറിച്ചിരുന്ന്. അങ്ങനെ വന്നു. എന്നിട്ട് അത് ഫിക്സ് ആക്കി എടുക്കാൻ കുറേ സമയം എടുത്തു. എനിക്ക് ഒരു 10-20 മിനിറ്റ് എടുത്തിരുന്നു ഫിക്സ് ആക്കി വരാൻ. അപ്പോൾ ഫൈനലി ഇങ്ങനെ ഫിക്സ് ആയി കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കറക്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓഫ് ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഓൺ ആവുന്നുണ്ട്. ഇനി ആ HDMI പോർട്ടിന് വേണ്ടി ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ടോപ്പ് പീസിലുള്ള ഫോം ഷീറ്റിന്. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഹെഡ്ഫോൺ ജാക്കിൻ്റെ അവിടെയും അതേപോലെ തന്നെ ഞാൻ ആ ഹെഡ്ഫോൺ ജാക്കിൻ്റെ അവിടെയും ഒരു ഓട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റാസ്ബിയൻ OSും ഇതിൽ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സ്വിച്ചും കൂടെ അതിലോട്ടൊന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്. ഒട്ടിക്കാനായിട്ട് ഞാൻ ഫ്ലെക്സ് ക്യൂക്കാണ് ഉപയോഗിക്കുന്നത്. കൊണ്ടാണ് ഞാൻ ഒട്ടിക്കണത്. ഇനി നിങ്ങൾ ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ടാണ് ഒട്ടിക്കണതെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, റാസ്ബെറി പൈയിലോട്ട് ഫ്ലെക്സ് ക്യൂക്ക് ആക്കാതെ വെക്കുക. ചിലപ്പോൾ റാസ്ബെറി പൈ വർക്ക് ചെയ്യാതെ വെക്കും. നിങ്ങൾക്കിപ്പോൾ അത്രയും കോൺഫിഡൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ റാസ്ബെറി പൈ ഊരുക, എന്നിട്ട് അത് ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ടൊന്ന് ഒട്ടിക്കുക. സോ ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തത് ആ DC to DC മൊഡ്യൂളും 2 സ്ക്രൂ കൊണ്ടൊന്ന് ടൈറ്റായി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം, അല്ലെങ്കിൽ വീഡിയോൻ്റെ എൻഡിൽ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ചെയ്തെന്താ വെച്ചാൽ ആ റാസ്ബെറി പൈൻ്റെ പ്രോസസ്സറിൻ്റെ അവിടെ കുറച്ച് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹീറ്റ് സിങ്ക് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ തെർമൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓവർ ഹീറ്റ് ആകുമ്പോൾ ആ ഹീറ്റ് സിങ്കിലോട്ട് ട്രാൻസ്ഫർ ആവും. ആ ട്രാൻസ്ഫറാണ് ഹീറ്റാണ് ആ ഫാന് എടുത്ത് കളയുക. അതേപോലെ തന്നെ ബാക്കിൽ 2-3 ഹോൾസ് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും, നല്ല പുറത്ത് പോകാൻ. അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് ഭാഗം കൂടെ ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലൂ ഗണ്ണുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഒരു ഫൈനൽ ലുക്ക്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സൈഡ് ഭാഗം ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ സൈഡ് ഭാഗം ഒട്ടിക്കാനായിട്ട് 4 ഫോം ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ചെറിയ ഫോം ഷീറ്റിൻ്റെ. എന്നിട്ട് ആ 4 പീസും സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് സ്ക്രൂ ചെയ്താൽ മതി. അതേപോലെ തന്നെ അടിഭാഗത്തിലോട്ട് 4 പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു പൊക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ആ പൊക്കം ഇല്ലാണ്ട് വെച്ചാൽ ആ ഹീറ്റ് ആ CPU ഫാനിന് കാറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നല്ലത് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ചെയ്തത് എന്താ വെച്ചാൽ ആ സൈഡ് ഭാഗത്ത് 2-3 സ്ക്രൂ ഒന്നിട്ട് കൊടുത്തു. ആ സ്ക്രൂ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ 2 സ്ക്രൂ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല ടൈറ്റായി നിൽക്കണമെങ്കിൽ 4 സ്ക്രൂ ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ 2 സ്ക്രൂ ഇട്ടപ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ടൈറ്റ് ആക്കിയിട്ട്. നല്ല രസമുണ്ട് സാധനം കാണാൻ. സോ ഇനി ചെയ്യേണ്ടത് കുറച്ചും കൂടി രസമാക്കാൻ വേണ്ടി ഒന്ന് നല്ല പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ. ചിലപ്പോൾ വർക്ക് ചെയ്യാണ്ടായാൽ നല്ല പണി കിട്ടും, അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ബാക്ക് സൈഡിൽ 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഹോളെങ്കിലും ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ഹീറ്റ് അവിടെ കണ്ടൻസായി നിൽക്കാതൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ആ സൈഡ് ഭാഗത്തുള്ള ഫോം ഷീറ്റിൽ ഒരു ബ്ലാക്ക് കളർ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്കും വൈറ്റും റെഡും കോമ്പിനേഷൻ ആക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അടിച്ചു കൊടുക്കുന്ന പെയിൻറ്റ് അക്രിലിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ പെയിൻറ്റോ അങ്ങനെ ഏതെങ്കിലും പെയിൻറ്റ് കൊണ്ട് അടിച്ചു കൊടുക്കാം, നല്ല ഫിനിഷിങ് ആക്കി എടുക്കാം. സോ ഇതിനെ നല്ല രസമായി കിട്ടുന്നുണ്ട്. അക്രിലിക് പെയിൻറ്റ് കൊണ്ട് തന്നെ നല്ല രസമായി കിട്ടുന്നുണ്ട്. ഞാൻ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ആ മറ്റേ സൈഡും കൂടെ അടിച്ചെടുക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. സോ അതും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഗൈസ് ഫൈനലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം ഇതിൻ്റെ ഈ കേബിളിൻ്റെ ഉള്ളോട്ട് കയറുന്നില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് കറക്റ്റ് കയറിയിട്ട് ഇപ്പോൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും റാസ്ബെറി നോയ്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. സോ ഇത് വലിയ ഗെയിമിങ്ങിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ എന്നാലും കുറച്ച് വെബ് ബ്രൗസിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് സാധനം നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഒച്ചയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സ്വിച്ച് എനിക്ക് ഓഫ് ആവും. അതിന് പിന്നെ ഇതാ ഇപ്പം വോയിസിൽ വന്നിട്ടുണ്ട് റാസ്ബെറി നോയ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഓവർവ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാനൊക്കെ നല്ല കറങ്ങുന്നുണ്ട്. ഓക്കെ, സോ പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ അവസാനം വരെ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ മിനി PC ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു ഒരു മാസത്തേക്കായിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. കാരണം കുറേ സർക്യൂട്ട്സിൽ ചെറിയ ചെറിയ പ്രശ്നം വന്നിരുന്നു. പിന്നെ ഇന്ന് ഫൈനൽ റിസൾട്ട് ഒരു കറക്റ്റ് സർക്യൂട്ടായി കിട്ടിയിട്ട് ഫസ്റ്റ് അവർ IC കൊണ്ടൊക്കെ ട്രൈ ചെയ്തിരുന്നു. IC 7805 പറഞ്ഞിട്ട്, അത് വെച്ചാൽ 12 വോൾട്ടൊക്കെ 5 വോൾട്ടൊക്കെ കൺവേർട്ടൊക്കെ ചെയ്യുന്ന ഒരു IC ആയിരുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം പറ്റി വെച്ചാൽ വേഗം ഹീറ്റായി പോകുമായിരുന്നു. അതിന് വേണ്ടിയിട്ട്
വേറെ ഹീറ്റിംഗ് ഒക്കെ വെക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അതൊന്ന് ക്യാൻസൽ ആക്കി. പിന്നെ വേറെയും അതേപോലെ തന്നെ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു സർക്യൂട്ടും. പിന്നെ ഫൈനൽ സർക്യൂട്ടിൽ ഒരു സക്സസ് ആയി കിട്ടിയത് ഇതായിരുന്നു. DC to DC മൊഡ്യൂൾ വെച്ചിട്ട് അതേപോലെ തന്നെ ചെറിയൊരു ഫാനൊക്കെ വെച്ചിട്ട് നല്ല ഹീറ്റൊക്കെ നല്ല കുറഞ്ഞിട്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ PC തരുന്നത്. അതേപോലെ തന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് കാണാം, അതേപോലെ തന്നെ ഗൂഗിളിൽ വെബ് ബ്രൗസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഗെയിംസ് കളിക്കാം. ജസ്റ്റ് ലൈക്ക് മൈൻക്രാഫ്റ്റ് വെച്ചാൽ പെയ്ഡ് മൈൻക്രാഫ്റ്റ് അല്ല, റാസ്ബെറി പൈ മൈൻക്രാഫ്റ്റ് ഉണ്ടാവും. ആ മൈൻക്രാഫ്റ്റ് വേണമെങ്കിൽ കളിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വോയിസ് മാറ്റിയിട്ട് പഴയ ഗെയിംസ് അത് വെച്ചാൽ മാരിയോ അതേപോലെ തന്നെ കുറേ ഗെയിംസ് കളിക്കാൻ പറ്റും ഈ PC-യിൽ. വലിയ ഹീറ്റൊന്നും ആവില്ല, നല്ല കൂളിംഗ് കിട്ടിക്കോളും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിൽ പോയി ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ PC ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ആൾക്കാർക്ക്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.